എല്ലാവരിലും ഉണ്ടാകും മറ്റാരും അറിയാത്ത ഒരു പിടി രഹസ്യങ്ങൾ. അവസാന നിമിഷം വരെയും ആർക്കും പിടികൊടുക്കാതെ വഴുതി നീങ്ങാനാവും ഓരോരുത്തരുടെയും ശ്രമം. പക്ഷെ മറ്റുള്ളവരുടെ രഹസ്യങ്ങളും നിഗൂഢതകളും അറിയാനുള്ള മോഹം ഒടുങ്ങുകയുമില്ല. നമ്മുടെ ഈ വിചിത്ര സ്വഭാവം തന്നെയാണ് ത്രില്ലർ സിനിമകളുടെ വിജയ രഹസ്യം. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ത്രില്ലർ അനുഭവങ്ങളിലൊന്ന് തിയേറ്ററുകളിൽ കത്തിപ്പടരുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും അത്രമേൽ സംതൃപ്തിയോടെ പ്രേക്ഷകർ തിയേറ്റർ വിട്ടിറങ്ങിയിട്ടുണ്ടാകില്ല. പറഞ്ഞു വരുന്നത് ദിൻജിത്ത് അയ്യത്താൻ ബാഹുൽ രമേശ് ടീമിന്റെ പുത്തൻ പടം എക്കോ എന്ന ത്രില്ലിംഗ് പീക്കിനെ കുറിച്ച് തന്നെ. നെഗറ്റീവ് ഇല്ലാതെ, ലാഗ് ഇല്ലാതെ പ്രേക്ഷക മനസ്സുകളിൽ ഫ്രഷ്നെസിന്റെ സംതൃപ്തി നിറയ്ക്കുകയാണ് MRK ജയറാം നിർമ്മിച്ച മിസ്റ്ററി ഡ്രാമ ത്രില്ലർ എക്കോ. ശീതക്കാറ്റ് വീശിയടിക്കുന്ന മലമുകളിലെ കരിങ്കൽ വീട്ടിൽ കുരിയച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ മലേഷ്യൻ ഭാര്യ മ്ലാത്തി ചേടത്തി, അവരെ പരിചരിക്കാൻ ഒപ്പം തങ്ങുന്ന പിയൂസ് എന്ന പയ്യൻ, മലമുകളിലേക്കുള്ള ജീപ്പിന്റെ ഡ്രൈവർ അപ്പൂട്ടി, പകയും പ്രതികാരവും ഒളിപ്പിച്ച് കുരിയച്ചനെ തേടിയെത്തുന്ന മോഹൻ പോത്തൻ ഉൾപ്പെടെയുള്ളവർ, ഒപ്പം മലമുകളിൽ മ്ലാത്തിച്ചേടത്തിക്ക് കാവലിരിക്കുന്ന ഒരു പറ്റം മലേഷ്യൻ ബ്രീഡ് നായ്ക്കളും. 6 വർഷങ്ങളായി ഇവർക്കിടയിൽ എവിടെയോ ഒളിച്ചിരുന്ന് ഒരു പറ്റം ആളുകളുടെ ജീവിതം നിയന്ത്രിക്കുന്ന കുരിയച്ചൻ എന്ന നിഗൂഢതയാണ് കഥയുടെ കേന്ദ്രം. നമ്മളിലേക്ക് ഈ സിനിമയെ ആദ്യം അടുപ്പിക്കുന്നത് ഇതുവരെ മലയാള സിനിമ കണ്ടറിയാത്ത ഫ്രഷ് കഥ തന്നെ. ആ കഥ പറയാൻ തെരഞ്ഞെടുത്തവരോ കഥാപാത്രത്തിന് 101% ചേരുന്നവരും. നായക കഥാപാത്രം പിയൂസിനെ അവതരിപ്പിക്കുന്നത് ഫാമിലി പടക്കളം സിനിമകളിലൂടെ നമുക്ക് പരിചിതനായ സന്ദീപ് പ്രദീപ്. സ്ക്രീൻ പ്രസൻസ് തന്നെ ഉജ്ജ്വലം. കഥവഴിയിലെ പല സന്ദർഭങ്ങളിലും മാറിമറിയുന്ന കഥാപാത്ര സ്വഭാവങ്ങൾ സ്വാഭാവികമായി പകർന്നാടിയ പുതുതാര പ്രതിഭ. കൃത്യമായ ഡെപ്തുള്ള കഥാപാത്രങ്ങൾ അതിന് ചേരുന്ന അഭിനേതാക്കളിലേക്ക് എത്തുമ്പോൾ അവരിലെ പ്രതിഭ വജ്രം പോലെ തിളങ്ങുന്നതിന്റെ കാഴ്ചകൾ ഇന്ന് സിനിമകളിൽ വിരളം. പക്ഷെ അത് സംഭവിക്കാറുണ്ട്. മോഹൻ പോത്തനായി വേഷമിട്ട നർത്തകനും നടനുമായ വിനീത്, അപ്പൂട്ടിയായി വേഷമിട്ട അശോകൻ, മറ്റ് നിർണായക വേഷങ്ങളിൽ എത്തുന്ന നരയൻ, ബിനു പപ്പു, സഹീർ മുഹമ്മദ്, രഞ്ജിത്ത് ശേഖർ തുടങ്ങിയവരുടെ കാസ്റ്റിംഗിൽ അത് കൃത്യമായി അനുഭവിച്ചറിയാം. ഈ കഥാപാത്രങ്ങളിലൂടെ കുരിയച്ചന്റെ കഥയും പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും അവയിലെ നിഗൂഢതകളും പയ്യെ പയ്യെ ഒരു പരിധിവരെ അറിഞ്ഞുപോകുന്ന അനുഭവമാണ് എക്കോ. ഹിന്ദി താരം സൗരഭ് സച്ചിദേവാണ് കേന്ദ്ര കഥാപാത്രം കുരിയച്ചനായി വേഷമിട്ടത്. മ്ലാത്തിച്ചേടത്തിയായി ബിയാന മോമിനും ഉജ്ജ്വല പ്രകടനം സമ്മാനിക്കുന്നു. ഈ സിനിമ അയത്ന ലളിതമായി കണ്ടിറങ്ങാമെന്ന് പറയാനാവില്ല. കഥാസഞ്ചാരത്തിന്റെ ഓരോ നിമിഷവും പ്രേക്ഷകർ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കാണണമെന്ന മട്ടിലാണ് ദിൻജിത്ത് അയ്യത്താന്റെ മേക്കിംഗ്. എവിടെയും എപ്പോഴും നിഗൂഢത ചൂഴ്ന്നു നിൽക്കുന്ന കഥവഴികളിലൂടെയൊക്കെയും തിരക്കഥാകൃത്തും ഇതിന്റെ ക്യാമറമാനുമായ ബാഹുലിന്റെ കയ്യൊപ്പുണ്ട്. കഥയിലെ രഹസ്യങ്ങളെല്ലാം അവസാന സീനിൽ ഒരു മീറ്റിംഗ് നടത്തി നായകൻ വിളിച്ചു പറയുന്ന പഴഞ്ചൻ ആചാരത്തിൽ നിന്ന് മലയാള സിനിമ വഴിമാറുന്നതിന്റെ പുത്തൻ ദൃഷ്ടാന്തമാണ് എക്കോയുടെ ക്ലൈമാക്സ്. എഴുത്തുകാരന്റെയോ സംവിധായകന്റെയോ സ്പൂൺ ഫീഡിങ്ങിന് പകരം പ്രേക്ഷകർ തങ്ങളുടേതായ ആസ്വാദന പരിചയത്തിൽ തിരക്കഥ പൂർത്തിയാക്കുന്ന അപൂർവ സിനിമാ അനുഭവം. അന്ന് പത്മരാജൻ, ഭരതൻ, മറ്റൊരിക്കൽ സിബി മലയിൽ ലോഹിതദാസ്, ഇപ്പോൾ ദിൻജിത്ത് അയ്യത്താൻ, ബാഹുൽ രമേശ് എന്ന് പറയാവുന്ന തരത്തിൽ പ്രതിഭകളുടെ കൂടിച്ചേരൽ. കിഷ്കിന്ധാകാന്ഡം തൊട്ട് അത് മലയാള സിനിമയും പ്രേക്ഷകരും അനുഭവിച്ചറിയുന്ന ഗുണനിലവാരമെന്ന ഉറപ്പുകൂടിയാണ്. കഥയുടെ വീര്യവും കഥ പറച്ചിലിന്റെ വേഗ വ്യത്യാസങ്ങളും ത്രില്ലും ആവോളം നമ്മെ അനുഭവിപ്പിക്കുന്ന മുജീബ് മജീദിന്റെ പശ്ചാത്തല സംഗീതം, കഥ പറച്ചിലിന്റെ രീതിയും കഥാപരിസരങ്ങളും അറിഞ്ഞ എഡിറ്റിംഗ് വേറിട്ട ഭംഗി അനുഭവിപ്പിക്കുന്ന സൂരജ് കട്ട്സ്. അങ്ങനെയൊക്കെയുമാണ് എക്കോ വേറിട്ട ചലച്ചിത്ര ഭംഗിയാകുന്നത്. എക്കോ എന്നാൽ പ്രതിധ്വനി. തിയേറ്റർ വിട്ടുപോകുമ്പോഴും അതിലെ നിഗൂഢ ഭംഗികളുടെ പ്രതിധ്വനികൾ നമ്മളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും. ഒരുത്തനും കൊടുക്കില്ല ഞാൻ എൻ്റെ പട്ടികളെ, അവർക്ക് കൂട്ടിലിട്ടും കെട്ടിയിട്ടും വളർത്താനല്ലേ എന്ന് പറയുന്നുണ്ട് മലമുകളിലെ മലേഷ്യൻ മ്ലാത്തിച്ചേടത്തി. അപ്പോൾ പിന്നെങ്ങനെ പട്ടികളെ വളർത്തേണ്ടതെന്ന് ചോദിക്കുകയാണ് നായക വേഷത്തിലെത്തുന്ന പിയൂസ്. ഈ സംഭാഷണങ്ങളും സിനിമയുടെ ക്ലൈമാക്സും ചേർത്ത് വായിച്ചാൽ സിനിമ കണ്ടവർക്ക് ഒരുപക്ഷെ എക്കോയിലെ അവസാന നിഗൂഢതയുടെ കെട്ടുമഴിക്കാം. നിഗൂഢതകളുടെ മല കയറി മനുഷ്യ സ്വഭാവങ്ങളുടെ വന്യതയും തീവ്രതയും അറിഞ്ഞ് കുരിയച്ചന്റെയും മറ്റു പലരുടെയും രഹസ്യങ്ങളും അതിനപ്പുറം നമ്മളെ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളിലേക്കും എത്തി നല്ലൊരു സിനിമ കണ്ടുവെന്ന സംതൃപ്തിയോടെ നമുക്ക് നമ്മുടെ രഹസ്യങ്ങളിലേക്ക് മടങ്ങാം. എക്കോ ടീം ഒന്നിക്കുന്ന പുത്തൻ പടത്തിന് കാത്തിരിക്കാം.